ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. അതെന്താണ് ടോപ്പിക്? നിങ്ങൾക്ക് തമ്മിലേക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതെ, മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഇത് നല്ലതാണോ, കുറെ പേർക്കുള്ള ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നല്ലതാണോ, ഇത് ലീക്കാവോ ഇല്ലേ, നല്ലതാണോ, നല്ലതല്ലേ, ഇത് ഉപയോഗിച്ച സൈഡ് എഫക്ട് ഉണ്ടാവോ, അത് ഇൻഫെക്ഷൻ വരുമോ എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഇത് കംഫർട്ടബിൾ ആണോ കംഫർട്ടബിൾ അല്ലേ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പ്. ഞാനിത് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 6 മാസമായിരിക്കാം. അപ്പൊ സിനോറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് വാങ്ങുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ വാങ്ങുന്നുണ്ട്. ഇപ്പോഴും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു ബോക്സ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതാണ്. അപ്പൊ ഇതിന് ഓരോ സൈസ് ഉണ്ട്. സ്മോള്, മീഡിയം, ലാർജ് എന്നിങ്ങനെ സൈസ് വരുന്നുണ്ട്. 8 മണിക്കൂർ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് നമുക്ക് തരുന്നുണ്ട്. ഓരോ വജൈനിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏരിയസ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നമുക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. കുറെ വർഷത്തോളം എനിക്ക് തോന്നുന്നു 10 വർഷമൊക്കെ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ നോക്കുന്നത്. റീയൂസബിൾ ആണ്. ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഫസ്റ്റ് സ്മോൾ വേരിയൻസ് നോക്കി, പക്ഷെ അത് ഭയങ്കര ചെറുതാണ്. എനിക്കത് പറ്റില്ല, പെട്ടെന്ന് അതിൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് സ്മോള് പറ്റില്ല. കല്യാണം കഴിയാത്ത പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സ്മോള്. എനിക്ക് പൊതുവെ ബ്ലീഡിങ് കൂടുതലാണ്. പിന്നെ ഞാൻ മീഡിയം ആണ് വാങ്ങിച്ചത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഈ ലാർജ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇതിലോട്ട് എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പാഡ് നല്ല ഇറിറ്റേഷൻ ആണ്. എനിക്ക് പാഡ് പറ്റില്ല. എനിക്ക് പീരീഡ്സ് ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ പാഡ് വെക്കുന്ന കാര്യം അറിയിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. പാഡ് എനിക്ക് ഒട്ടും പറ്റില്ല. ഭയങ്കര ഇറിറ്റേഷൻ വരും, ചൊറിച്ചിൽ വരും. പിന്നെ എനിക്ക് ആ ഒരു പീരീഡ്സ് ഒക്കെ കഴിഞ്ഞാൽ മതിയെന്ന് തോന്നും. കാരണം എനിക്ക് കുറച്ച് നല്ല ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് എനിക്കൊരു 6 ദിവസമൊക്കെ എനിക്ക് എന്തായാലും 7 ദിവസം ഈ പാഡ് വെച്ചേ പറ്റുമോ. പാഡ് വെക്കുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ഇൻഫെക്ഷനും. ആ പീരീഡ്സ് ഒന്നാമത് നല്ല പെയിൻ. എനിക്ക് പീരീഡ്സിൽ നല്ല പെയിൻ ആയിരിക്കും. അതിൽ കൂടെ ഈ പാഡും വെച്ച് ബ്ലീഡിങ്ങും ഇൻഫെക്ഷനും ചൊറിച്ചിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ 7 ദിവസം. പീരീഡ്സ് ആകുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ടെൻഷൻ എന്താ പറയുക, ഈ പാഡ് വെക്കുമ്പോൾ വരുന്ന ചൊറിച്ചിലും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അടുത്തൊരു ഏറ്റവും വലിയ ടെൻഷൻ. പാഡിന്റെ ഒറ്റ കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ഞാൻ മെൻസ്ട്രൽ കപ്പ് പേടിയാണെങ്കിൽ പോലും വാങ്ങിച്ചത്. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയി. പിന്നെ എനിക്കൊരു പേടി, ദൈവം ഇത് എങ്ങനെ യൂസ് ചെയ്തിട്ട് വല്ലതും പറ്റുമോ, പറ്റിക്കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ല. എനിക്ക് ഭയങ്കര പേടി. എനിക്ക് ഹെർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പാഡ് വെച്ചിട്ട് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റില്ല. ബ്ലീഡിംഗ് ഒക്കെ നല്ലോണം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. തിരിഞ്ഞും പറഞ്ഞും ഒന്നും നമുക്ക് കിടക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ട് വെച്ചു ഗൈസ്. പക്ഷെ നമുക്ക് ഇൻസേർട്ട് ആയില്ല. ടെൻഷൻ കാരണമാണ് തോന്നുന്നത് ഇൻസേർട്ട് ആയില്ല. പേടിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഇൻസേർട്ട് ആവില്ല. അപ്പൊ നമ്മൾ കൂളായിട്ട് നമ്മൾ വയ്ക്കണം. പക്ഷെ കൂൾ ആവാനാണ് നമുക്ക് പറ്റാത്തത്. പീരീഡ്സ് ആവുന്ന ഫസ്റ്റ് ദിവസം ഞാൻ എങ്ങനെയൊക്കെയോ അത് വെച്ചു. ആ ദിവസം ഇന്ന് വേണ്ട, നാളെ മതി, ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ഞാൻ ആ ദിവസം എനിക്ക് പാഡ് വെക്കുന്നവരല്ല വയ്ക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ ഓക്കെ ആയിട്ട് വെച്ചു. ഫസ്റ്റ് നമുക്കത് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ നമുക്കൊരു നടക്കുമ്പോൾ ഒരു എന്തോ ഉള്ള പോലെ കിടക്കുമ്പോൾ പ്രശ്നം, അല്ലെങ്കിൽ ലീക്ക് ആവുന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു അയ്യോ വേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ സ്മോൾ വേണ്ട, മീഡിയം നോക്കി നോക്കുന്നു. മീഡിയം ആണ് ഞാൻ പിന്നെ വാങ്ങിച്ച് യൂസ് ചെയ്തു. ആ കൈൻ്റെ ഒക്കെ കൂളായി റിലാക്സ് ആയിട്ട് വെച്ച് എക്സിറ്റ് ചെയ്ത് കയറി. അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഫസ്റ്റ് ഡേ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു പാഡും കൂടെ വെച്ചു. 2.5-3 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഫുള്ളായി. അപ്പൊ നമുക്ക് ഫുള്ളാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരു ഫസ്റ്റത്തെ ഒരു പീരീഡ്സ് ഡേയ്സ് ഞാൻ 3 മണിക്കൂർ ഇടവിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ മെൻസ്ട്രൽ കപ്പ് മാറ്റാറുണ്ട്. സെക്കൻഡ് ഡേ അപ്പൊ എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ സെക്കൻഡ് ഡേ നിൽക്കും. അപ്പോൾ അവിടെ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ആകുമ്പോൾ ഞാനത് മാറ്റിയിട്ട് പിന്നെ റിയൂസ് ചെയ്യും. ഫസ്റ്റ് ഡേ മാത്രമാണ് ഞാനൊരു സേഫിന് വേണ്ടിയിട്ട് ഞാൻ പാഡ് വയ്ക്കും. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, കിഡിലെ സാധനമാണ്. ഞാൻ എല്ലായിടത്തും ഞാൻ പ്രിഫർ ചെയ്യും. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം തന്നെ ഞാൻ പറയും, ഉറപ്പായിട്ട് ഞാൻ പറയും. കാരണം എനിക്ക് പാഡ് വെച്ചിട്ടുണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ, ചൊറിച്ചിലും ഒരു സംഭവം എനിക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് എനിക്കില്ല. വയറുവേദന ഇല്ലാന്ന് വിചാരിക്കും. നമുക്കൊരു വയറുവേദനയും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ആയതേ അറിയില്ല.
കാരണം ഇത് പാഡ് വെക്കുമ്പോഴാണ് നമുക്ക് ഈ വെക്കുമ്പോൾ തുമ്മുമ്പോൾ ഇടിക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അയ്യോ തോന്നും, നമുക്ക് ഇങ്ങനെ കിടക്കാൻ തോന്നും. പക്ഷെ ഇത് വെക്കുന്ന സമയത്ത് ബ്ലീഡിങ് ആവുന്നതറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. ഇത് അല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് സെയിം അതേപോലെ ആയിരിക്കും നമുക്ക് ഇത് വെച്ചാൽ നമുക്ക് തോന്നുന്നത്. ഫസ്റ്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് 2 ദിവസം നമുക്കൊരു ഒരു ദിവസം അത്രയൊക്കെ ഉണ്ടാവും, ഒരു എന്തോ ഒരു തോന്നും. പക്ഷെ അത് മാറും. അത് നമുക്ക് പിന്നെ നമുക്ക് ഓക്കെയാണ്. ഫസ്റ്റൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. ഇപ്പൊ ഞാൻ ഷടപടാന്നല്ല, ഞാൻ പെട്ടെന്ന് ഞാൻ ചെയ്യും. അത്ര സമയമൊന്നും വേണ്ട, ഇപ്പൊ പെട്ടെന്ന് ചെയ്യും. കാരണം നമുക്ക് യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ആയി. ഫസ്റ്റ് ടൈം മാത്രം നിങ്ങൾക്ക് പേടി ഉണ്ടാവുള്ളൂ, പിന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. ഏറ്റവും വലിയ പോസിറ്റീവാണ്, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല, ചൊറിച്ചൽ ഉണ്ടാവില്ല. നമുക്ക് പീരീഡ്സിന്റെ ബ്ലീഡിങ്ങിന്റെ സംബന്ധിച്ച് നമുക്ക് യാതൊരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ കിടക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് എങ്ങനെ കിടക്കാം, തിരിഞ്ഞ് മറന്നും തലകുത്തലും എങ്ങനെ അവിടെ നമുക്ക് കിടക്കാം, ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ലീക്കാവോ, ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇങ്ങോട്ട് ലീക്കാവോ, മലർന്ന് കിടക്കുമ്പോൾ അങ്ങോട്ട് ലീക്കാവോ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കിടക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വിം ചെയ്യാം, നമുക്ക് നീന്താം, വെള്ളത്തിൽ കളിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അത്രയും പ്രൊട്ടക്ഷൻ ആണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ തന്നെ നിന്നോളൂ. കണ്ടില്ലേ, ഇത് വരില്ല, എങ്ങനെയാലും വരില്ല. നമ്മളിത് എടുത്താലേ ഇത് വരുള്ളൂ, അല്ലാതെ വരില്ല. ചില ആളുകൾ പറയും, ചില ആളുകൾക്ക് വേറൊരു ഡൗട്ട്, നമ്മളിത് പീ ചെയ്യുമ്പോഴും ഇത് അടിക്കാൻ പോകുന്നതാണ്. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ, രണ്ടും വേറെ വേറെയാണ്. അതുകൊണ്ട് നമ്മളിത് പീ ചെയ്യുന്ന സമയത്ത് നമുക്കിത് മാറ്റേണ്ട കാര്യമില്ല. 8 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും നമ്മളിത് എടുത്ത് ബ്ലഡ് നമ്മൾ കളഞ്ഞ് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ നേരത്തെ ട്രൈ ചെയ്തില്ല, എന്തുകൊണ്ട് ഞാൻ നേരത്തെ ട്രൈ ചെയ്തില്ല, ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്. അന്നേ പേടിച്ചിട്ട് എന്തിനാ മാറ്റി വെച്ചത് ആലോചിക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് പറയാം. ഈ മെൻസ്ട്രൽ കപ്പ് എന്ത് ചെയ്യണം, നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് വെക്കണം, കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് വെക്കണം. കൈ നന്നായിട്ട് സോപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച മെൻസ്ട്രൽ കപ്പ് എടുക്കുക, നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല, ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളും വരില്ല. കൈയൊക്കെ നന്നായി വാഷ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് പീരീഡ്സ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പീരീഡ്സ് കഴിയുമ്പോഴും നല്ല ചൂടുവെള്ളത്തിൽ ഇത് ഫിൽറ്റർ ചെയ്തിട്ട് എടുത്തു വെക്കാം. ഇതാണ് ചെയ്യേണ്ടത്. ഈ മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതെല്ലാവർക്കും അറിയാം. നമ്മൾ ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം, കണ്ടില്ലേ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ നിന്നോളൂ, ഇങ്ങനെ കയറ്റാം. അവിടെ സേഫ് ആണ്, ഒരു പ്രശ്നമില്ല. പിന്നെ അഴിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ടിപ്പ് കണ്ടില്ലേ, ഈ ഒരു ടിപ്പ് കണ്ടില്ലേ, ഇത് പിടിച്ച് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗർഭപാത്രത്തിന് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഒറ്റ വലിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അങ്ങനെ വലിച്ചൂടാ. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കുറച്ച് ഈ 2 വിരൽ ഉള്ളിലോട്ട് പുഷ് ചെയ്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് അമർത്തുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പുഷ് എടുത്തിട്ട് ജസ്റ്റ് അമർത്തിയിട്ട് ഇങ്ങനെ നൈസ് ആയിട്ട് എടുക്കുക. സിമ്പിൾ. എന്നിട്ട് ഇങ്ങനെ കളയുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്വിസ്റ്റ് ചെയ്ത ശേഷം വജൈനയുടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനുള്ള കാര്യം. എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എല്ലാവർക്കും അറിയാം മെൻസ്ട്രൽ കപ്പ് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. ഒരുപാട് പേര് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞെന്നുള്ളൂ. കാരണം എനിക്കറിയാവുന്ന ആൾക്കാരെങ്കിലും ഉപയോഗിച്ച് നോക്കിയാലോ, സൂപ്പറാണ്, ഉപയോഗിച്ച് നോക്കി കേട്ടോ. അപ്പൊ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടിയപ്പോ തന്നെ ഞാൻ നിർത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കമന്റിലൂടെ ചെയ്ത് പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ എല്ലാവർക്കും ടാറ്റാ.